അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു ഉത്തരവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അതിൽ തീരുമാനം നീട്ടി എന്ന ഒരു സൂചന വരുന്നതായിട്ടാണ് അറിയുന്നത്. രാഹുൽ KV ഉണ്ട്. രാഹുൽ, പറയൂ, എന്താണ് ഏറ്റവും പുതിയ വിവരം? ദിവിഷ, തീർച്ചയായും കേസ് ഇന്ന് വിധി പറയും, മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇങ്ങ് കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴയിൽ കുടുംബാംഗങ്ങൾ ഒപ്പം സഹായ സമിതിയുടെ അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവർ വലിയ പ്രതീക്ഷയോടുകൂടി റഹീമിന്റെ വീട്ടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേസ് ഇന്നും അതായത് വിധി പറയുന്നത് നീട്ടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അഭിഭാഷകർ മുഖേന നിയമസഹായ സമിതി അല്പസമയം മുമ്പാണ് ഈ വിവരം അറിയുന്നതും. അവരല്പസമയം തന്നെ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്യും. എന്തായാലും ഈ ഞായറാഴ്ചയാണ് കേസ് നേരത്തെ പരിഗണിച്ചത്. അന്ന് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഇന്നത്തേക്ക് വീണ്ടും പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റുകയാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കേസ് കോടതി പരിഗണിച്ചതേ ഇല്ല എന്നതുകൂടിയാണ്. അതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് അബ്ദുൾ റഹീമിന്റെ ഈ കേസ് പരിഗണിക്കുന്നതിനെ മാറ്റി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റഹീമിന്റെ ഉമ്മ വീടിനകത്തുണ്ട്. പ്രാർത്ഥനയോടെ അവർ കാത്തിരിക്കുകയായിരുന്നു ഇന്ന് അനുകൂലമായ ഒരു ഉത്തരവ് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയോടുകൂടി. ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾ, നിയമസഹായ സമിതിയുടെ ആളുകൾ, ഒപ്പം ശുഭകരമായ ഒരു വാർത്ത വന്നിരുന്നു എന്നതാണ്. പക്ഷേ പലതവണയായി വന്നതുപോലെ കോടതിയിൽ നിന്ന് ഇപ്പോൾ ഇന്നും അനുകൂലമായ ഒരു ഉത്തരവ് ഉണ്ടാകില്ല എന്നതാണ് നിയമസഹായ സമിതിയുടെ പ്രതികരണം നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇന്നും കോടതി കേസ് പരിഗണിച്ചില്ല അല്ലേ? ഇന്ന് കോടതിയിൽ, റിയാദിലെ കോടതിയിൽ ഇന്ന് പരിഗണിക്കേണ്ടിയിരുന്ന എല്ലാ കേസുകളും മാറ്റിവെച്ചതായി ഇന്ന് ഇപ്പോൾ കോടതിയിൽ നിന്ന് അതിൻ്റെ അഭിഭാഷകർക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് റിയാദ് കോടതിയിൽ നടക്കേണ്ടിയിരുന്ന മുഴുവൻ കേസുകളും ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിട്ടുണ്ട്. അത് വളരെ അടുത്ത ദിവസം തന്നെ അടുത്ത അപ്പോയിൻമെന്റ് നൽകും എന്നുകൂടി കോടതിയിൽ നിന്ന് അറിയിച്ചതായിട്ടാണ് ഇപ്പോൾ അഭിഭാഷകർ നമുക്ക് നൽകുന്ന വിവരം. ഇത് റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട നീട്ടലല്ല, അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അബ്ദുറഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദങ്ങളുമായി ബന്ധപ്പെട്ടോ ഉള്ള നടപടിയല്ല ഇത്. അവിടെയുള്ള റിയാദ് കോടതിയിലുണ്ടായ ചില സാങ്കേതികമായ തടസ്സങ്ങൾ കാരണം നീട്ടിവെച്ചതാണ്. അത് വൈകാതെ തന്നെ അതിന്റെ അടുത്ത അപ്പോയിന്റ്മെന്റ് നൽകുമെന്നാണ് കോടതി നമ്മുടെ അഭിഭാഷകരെ അറിയിച്ചിട്ടുള്ളത്. അതെ, ഓൺലൈനായിട്ടാണ് കോടതി ചേർന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കോടതിയിലുണ്ടായ സാങ്കേതികമായ വിഷയങ്ങളാണ്. നമ്മൾ സജ്ജരാണ്, എല്ലാവരും റെഡിയായിരുന്നു. ഇന്ന് വിധി പ്രസ്താവന ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഓൾമോസ്റ്റ് 99% നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് അങ്ങനെയായിരുന്നു. ഏതായാലും അടുത്ത ദിവസം വൈകാതെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ 8-ാം തീയതി കൂടി 12-ാം തീയതി നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. അതുപോലെ തന്നെ അടുത്തൊരു ദിവസം തന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടി. നമുക്ക് ഒരു ശുഭ വാർത്തക്കായി കാതോർക്കാം. ഇന്ന് എല്ലാവരും ഉണ്ട്. റഹീമിന്റെ അഭിഭാഷകരുണ്ട്, അതേമാതിരി എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി, പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തൂര്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും ഇന്ന് ഓൺലൈനിൽ ഉണ്ടായിരുന്നു. ഒരു കേസും പരിഗണിച്ചില്ല. റിയാദിൽ ഇന്ന് ആ കോടതി പരിഗണിക്കേണ്ട ഒരു കേസുകളും ഇന്ന് എടുത്തിട്ടില്ല. അത് അവിടെയുള്ള കോടതിയുടെ കൃത്യമായി നമ്മൾ പറയണം. കോടതിയിൽ ഉണ്ടായിട്ടുള്ള സാങ്കേതികമായ തടസ്സങ്ങൾ കാരണമാണ് എല്ലാ കേസുകളും മാറ്റിവെച്ചത്. അതിലൊരു കേസാണ് റഹീമിന്റെ കേസ്. ഇന്ന് ചേരാൻ സാധ്യതയില്ല. അത് ഉടനെ അറിയിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. നേരത്തെ ഇപ്പം നമുക്കറിയാലോ, 8-ാം തീയതി പരിഗണിച്ച കേസ് 12-ാം തീയതിക്ക് നമുക്ക് അടുത്ത ഡേറ്റ് കിട്ടി. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെയുള്ള ഒരു ഡേറ്റ് നമുക്ക് മുന്നിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാങ്കേതികത്വമാണ് മറ്റൊരു രാജ്യത്തെ നിയമമാണ്. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നീണ്ടുപോകുന്നതിലുള്ള ഒരു സങ്കടം അല്ലെങ്കിൽ നിരാശയുണ്ടോ? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പൂർണ്ണമായും നമ്മൾ ആ ഒരു പ്രതീക്ഷയോട് കൂടി 100% നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ളത്. പറയുന്നത് നമ്മൾ 90% പറയെങ്കിലും 100% ഇന്ന് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമാണ്, കോടതിയുടെ കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കുകയും അറിയിക്കുകയും ചെയ്യുക. അവിടെ ഉണ്ടായ സാങ്കേതിക തടസ്സങ്ങളാണെന്ന് അവരെ അറിയിച്ചു. തീർച്ചയായും നമ്മളത് മനസ്സിലാക്കുന്നു. ആ അർത്ഥത്തിൽ തന്നെ അടുത്ത ദിവസം നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡേറ്റ് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാങ്കേതിക കാരണങ്ങളാൽ കേസ് മാറ്റുന്നു എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു സംശയം ഈ കാര്യത്തിൽ ഉണ്ടാകില്ല. എന്താണ് ഈ സാങ്കേതിക പ്രശ്നം, എന്താണ് സാങ്കേതിക, അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? അത് നമ്മൾ പറഞ്ഞല്ലോ, ഈ സാങ്കേതികത റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയമല്ല, ഒരു ബന്ധവുമില്ല. ഇത് അവിടെയുള്ള മുഴുവൻ കേസുകളും മാറ്റിവെച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കോടതിയിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന എല്ലാ കേസുകളും മാറ്റിവെച്ചത് ആ കോടതിയിൽ ഉണ്ടായിട്ടുള്ള സാങ്കേതികമായ വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് അവർ മാറ്റിവെച്ചതും വളരെ വൈകാതെ തന്നെ അടുത്ത അപ്പോയിന്റ്മെന്റ് കൊടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്.
നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം വന്നിട്ടില്ല എന്ന് തീരുമാനം വന്നില്ല എന്നല്ല അങ്ങനെ ഇത് റഹീമും അറിയുന്നുണ്ടല്ലോ അവരെല്ലാം ഓൺലൈൻ അല്ലെ ബ്രദർ ഉണ്ട്, നസീർക്ക കൂടെ ഉണ്ട്, അവർ ബാക്കി കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും അറിയുന്നുണ്ട് കാര്യങ്ങൾ. ഏതായാലും നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചതാണ്. നിങ്ങളെ എല്ലാ സഹകരണത്തിനും വളരെ നന്ദി. വളരെ വൈകാതെ തന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി നമ്മൾ പങ്കുവെക്കും.